മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീടുകളിലെ പഴയ ടി വികളാണെങ്കിൽ നമുക്കതെങ്ങനെ ഒരു സ്മാർട്ട് ടി വി പോലെ വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആമസോൺ വഴി നമുക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങുവാണെങ്കിൽ നമുക്ക് ഇത് അങ്ങനെ ഒരു സ്മാർട്ട് ടി വി പോലെ നമ്മുടെ ടി വി വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഈ പ്രൊഡക്റ്റാണ് ഫയർ ടി വി സ്റ്റിക്ക് എന്നാണ് ഇത് പറയപ്പെടുന്നത്. ആമസോൺ വഴിയാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു റിമോട്ടാണ്. ഇത് വോയിസ് കൺട്രോളിലും വർക്ക് ചെയ്യാവും. അതേപോലെ നമുക്ക് ഒരു സ്മാർട്ട് റിമോട്ടാണിത്. ഇതാണ് അതിൻ്റെ ഫയർ സ്റ്റിക്കിൻ്റെ ഒരു മെയിൻ സാധനമാണ് ഇപ്പോൾ ഈ വരുന്നത്. ഇത് ഒരു USB പോലെയൊക്കെ തന്നെ ഇരിക്കും. പിന്നെ ഇതിലൊരു കണക്ഷൻ ഒരു 5 വോൾട്ടിൻ്റെ ചാർജർ ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് ഫയർ സ്റ്റിക്ക് വർക്ക് ചെയ്യുള്ളൂ. ഇതൊരു അഡാപ്റ്ററാണ്, HDMIൻ്റെ ഒരു അഡാപ്റ്ററാണ്. നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണ് വരുന്നതെന്ന്. നമ്മൾ ടി വി വാളിലൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു അഡാപ്റ്റർ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, ഈ ഒരു HDMI കേബിൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ടി വി ഒക്കെ വാളിലാണ് വെച്ചേക്കുന്നതെങ്കിൽ നമുക്കിത് വാളിൽ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഫയർ സ്റ്റിക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല, നമുക്കതിനുള്ള സ്പേസ് കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു അഡാപ്റ്റർ കുത്തിയിട്ട് നമുക്കിങ്ങനെ താഴേക്ക് തൂക്കിയെടുത്തിട്ട് നമുക്കത് കണക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ടേബിളിലാണ് വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഫയർ സ്റ്റിക്ക് നമുക്ക് നേരിട്ട് കൊടുക്കാം. 2 HDMI പോർട്ടാണ് ഉള്ളത്. നമുക്ക് ഏതെങ്കിലും ഒരു പോർട്ട് നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു പോർട്ടാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിൽ നമ്മളേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മൊബൈൽ ചാർജർ ഉപയോഗിച്ച് ആ കേബിൾ കണക്ട് ചെയ്ത ശേഷം, ഒരു USB കേബിൾ കണക്ട് ചെയ്ത ശേഷം നമുക്ക് നേരെ അതിൻ്റെ അടിയിലേക്ക് ഒരു 5 വോൾട്ട് സപ്ലൈ കൊടുത്ത ശേഷം നമുക്ക് ടി വി ഓണാക്കി നോക്കാം. ഓക്കെ, നമ്മുടെ പഴയ ചാർജർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതായാലും കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനൊരു 5 വോൾട്ട് സപ്ലൈ കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനത് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഒരു മൊബൈൽ ചാർജറാക്കി കണക്ട് ചെയ്തു. ഇത് നമുക്ക് പ്ലഗിൽ കൊടുത്ത ശേഷം നമുക്ക് ടി വി ഓൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്വിച്ച് ഓൺ ആക്കി നോക്കാം. അപ്പോൾ ഫയർ സ്റ്റിക്കിൻ്റെ ഒരു ഡിസ്പ്ലേ ഒക്കെ ടി വിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലാംഗ്വേജ് താഴെ നോക്കുമ്പോൾ ലാംഗ്വേജ് പല വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്കത് സെലക്ട് ചെയ്ത് വെക്കണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇംഗ്ലീഷ് എന്ന് വരുന്നത് വരെ നമ്മൾ വരണം. അതിനായിട്ട് റിമോട്ടിൽ നമ്മൾ ട്രിപ്പിൾ എയിൻ്റെ 2 ബാറ്ററിയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യേണ്ടത്. അതിൽ യൂസ് ചെയ്യുക. ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മുടെ ലാംഗ്വേജ് അവിടെ ഇംഗ്ലീഷ് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇംഗ്ലീഷ് വന്ന് കഴിയുമ്പോൾ നമുക്ക് സെൻറ്റർ സ്വിച്ചിൽ നമുക്കൊന്ന് ഓക്കെ അടിക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. പല ലാംഗ്വേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഇംഗ്ലീഷ് തന്നെ നമുക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ടി വി തമ്മിൽ റിമോട്ടുമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോം ബട്ടണിൽ കുറച്ച് നേരം 1 മിനിറ്റോളം നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് രണ്ടുമായിട്ട് ലിങ്ക് ചെയ്യുകയും പിന്നെ നമുക്ക് റിമോട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയും ചെയ്യും. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അത് കണക്റ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ആമസോണിൻ്റെ ഒരു ഡിസ്പ്ലേ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫയർ സ്റ്റിക്കിൻ്റെ ഒരു ലോഗോ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലുള്ള വൈഫൈ കണക്ഷൻ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ വൈഫൈ കണക്ഷൻ്റെ പാസ്വേഡ് കാര്യങ്ങൾ നമ്മളതിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സിഗ്നലുള്ള അതാണ് നമ്മുടെ. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് അടിച്ച് കൊടുത്ത ശേഷം നമ്മളത് ഫയർ സ്റ്റിക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ അത് കണക്ഷൻ റെഡി ആയിട്ടുണ്ട്, സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ നടക്കുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. കുറച്ച് ടൈം എടുക്കും, ചിലപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതിന് 5-10 മിനിറ്റ് ചിലപ്പോൾ എടുത്തേക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഫയർ സ്റ്റിക്ക്
അപ്ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ സ്റ്റോറേജ് ആപ്ലിക്കേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഇരുന്ന ശേഷം നമുക്ക് പിന്നെ ഒരു ആമസോണിൻ്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ കണ്ടിന്യൂ പോകാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ റിമോട്ട് ആയിട്ട് പെയറിങ് നടക്കുകയാണ്. ഇങ്ങനെ നടക്കുന്നില്ലെങ്കിൽ ഹോം പേജിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 മിനിറ്റ് ഒന്ന് നിങ്ങൾ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ അത് ലിങ്ക് ആവുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഹോം പേജാണ് വരുന്നത്. ഇത് കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്ത ശേഷം നമുക്ക് കാണാം ഒരു സ്മാർട്ട് ടി വി പോലെ തന്നെ ആയിട്ടുണ്ട് നമ്മുടെ ടി വിയിലെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് യൂട്യൂബ് കാര്യങ്ങൾ എല്ലാം നമുക്ക് മൂവീസ് കാണാനും എല്ലാം ഉള്ള ഓപ്ഷനുണ്ട്. പ്രൈം അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കതിൽ പുതിയ പുതിയ സിനിമകൾ കാണാൻ സാധിക്കും. അതേപോലെ യൂട്യൂബ് ചാനലുകളെല്ലാം നമുക്കിതിൽ കാണാൻ സാധിക്കും. നമ്മുടെ റിമോട്ടിൽ വോയിസ് കൺട്രോൾ ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് വേണ്ട വീഡിയോസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്മാർട്ട് ടി വി പോലെ നമുക്കിത് വർക്കാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.